ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റുകളെയാണ്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം നമ്മൾ പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മൾ മുൻ സെഷനുകൾ നടന്നു പോകുന്നതിനിടയിൽ ഞാനൊരു പെർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ജനറൽ സൊല്യൂഷനിൽ നിന്ന് തൊട്ട് മുമ്പത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞു y1 ഓഫ് എക്സ് അല്ലേ, നമ്മൾ പറഞ്ഞു y ഡബിൾ ഡാഷ് പ്ലസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഇക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എടുത്തു. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, ലീനിയർ ആണ്, ഹോമോജീനിയസ് ആണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് നമ്മൾ പറഞ്ഞു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് y1 ഓഫ് എക്സും y2 ഓഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റായ സൊല്യൂഷൻസ് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഫോം എ ബേസിസ് അല്ലേ. ആ സൊല്യൂഷൻസ് എന്ത് ഫോം ചെയ്യും? ഒരു ബേസിസ് ഫോം ചെയ്യും, അതല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ സിസ്റ്റം ഫോം ചെയ്യും. ബേസിസ് ഓർ ഫണ്ടമെൻ്റൽ സിസ്റ്റം, ബേസിസിൻ്റെ മറ്റൊരു പേരാണ് ഫണ്ടമെൻ്റൽ സിസ്റ്റം. ആ കേസിൽ നമുക്ക് പറയാൻ പറ്റും then y is equal to, then we can say that y is equal to c1 y1 of x plus c2 y2 of x is the general solution of equation 1. equation 1ൻ്റെ ജനറൽ സൊല്യൂഷനാണ് നമുക്ക് പറയാം. ആ ജനറൽ സൊല്യൂഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ജനറൽ സൊല്യൂഷന് C1 C2 കുറിച്ച് നമ്മൾ പറയുന്നത് ദേ ആർ ദ ആർബിട്രറി കോൺസ്റ്റൻറ്റ്. ആർബിട്രറി കോൺസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിന് വ്യത്യസ്തമായ വാല്യൂസ്. ആർബിട്രറി കോൺസ്റ്റൻറ്റ് ദേ വിൽ ട്രീറ്റ് ലൈക്ക് എ വേരിയബിൾ. അതൊരു വേരിയബിൾ പോലെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ചോയ്സുകൾ ചിലപ്പോൾ എക്സിസ്റ്റ് ചെയ്യാം C1 C2. ആ C1 C2 പർട്ടിക്കുലർ വാല്യൂസ് കൊടുക്കുമ്പോഴാണ് ഈ ജനറൽ സൊല്യൂഷനകത്ത് നമുക്കൊരു പെർട്ടിക്കുലർ സൊല്യൂഷൻസ് ലഭ്യമാവുന്നത്. അപ്പോൾ ഓരോ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെയും ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻസ് ലഭ്യമാവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന C1 C2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് കണ്ടീഷൻസാണ് ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ആ ഇനീഷ്യൽ കണ്ടീഷൻസ് ഇനീഷ്യൽ വാല്യൂവിലുള്ള y ഓഫ് എക്സ് നോട്ടും y ഡാഷ് ഓഫ് എക്സ് നോട്ടും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. A differential equation with initial conditions is called initial value problem. A differential equation with the boundary conditions are called boundary value problem. ഡിഫറൻഷ്യൽ ഇക്വേഷനോട് കൂടെ ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ് തരുന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് നമുക്ക് പറയാം. ഡിഫറൻഷ്യൽ ഇക്വേഷനോട് കൂടെ ബൗണ്ടറി കണ്ടീഷൻസ് ആണ് തരുന്നുണ്ടെങ്കിൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ഉള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എടുക്കാം. ഇപ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് ay ഡാഷ് പ്ലസ് by is equal to 0 അല്ലേ, ഇസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് എഫ് എക്സിന് പകരം എയും ജി എക്സിന് പകരം ബിയും വരുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് ഹോമോജീനിയസ് ആണ്, ലീനിയർ ആണ്, സെക്കൻഡ് ഓർഡർ ആണ്. ഓക്കെ, അതിനോട് കൂടെ ഞാൻ എന്ത് ചെയ്തു? y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്നെടുത്തു y നോട്ട് എടുത്തു, അതല്ലെങ്കിൽ y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഒരു k എന്ന് പറയുന്ന ഒരു വാല്യൂ ഞാൻ കൊടുക്കുന്നു. y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു y നോട്ട് എന്ന് പറയുന്നതിന് പകരം y ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ഒരു ഫിക്സഡ് വാല്യൂ കൊടുക്കുന്നു, k കൊടുക്കുന്നു. ആൻഡ് y ഡാഷ് ഓഫ് എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു എന്താ പറയുന്നത് സം l കൊടുക്കുന്നു. ഓക്കെ, വേർ k ആൻഡ് l ആർ ദ ഫിക്സഡ് വാല്യൂസ്. സോ ഈ കേസിൽ ദിസ് ഈസ് ദ സെക്കൻഡ് ഓർഡർ linear, this is the second order linear homogeneous differential equation with constant coefficients അല്ലേ. കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ഉള്ള സെക്കൻഡ് ഓർഡർ linear homogeneous differential equations. These two conditions are called IC, the initial condition, okay, where x naught is called the initial point of the domain. ഡൊമെയിനിലുള്ള ഫംഗ്ഷൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ ആരെ പറയുന്നത്? എക്സ് നോട്ടിനെ പറയുന്നത്. സോ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ദീസ് ഇനീഷ്യൽ കണ്ടീഷൻസ് ഈസ് കാൾഡ് the initial value problem. So this is called the initial value problem. Simply we can say that IVP, initial value problem.
സിമിലർലി നമുക്ക് പറയാം ദ വൈ ഡബിൾ ഡാഷ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നെ നമ്മളെടുത്ത് വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു 0 അല്ലേ? സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് എ ആൻഡ് ബി അതിനോട് കൂടെയുണ്ട്. അതിനോട് കൂടെ ഞാൻ എന്ത് കൊടുക്കുന്നു? ദിസ് വിത്ത് വൈ ഓഫ് എ ഈക്വൽ ടു k1 and y of b equal to y of a equal to k1 and y of b equal to y of a equal to k1 and y of b is equal to k2. Okay, where a and b are the boundary points. A and b are the boundary points or endpoints. Boundary points or endpoints of the domain. Endpoints of the domain, where a and b are the boundary points or endpoints of the domain. സോ ഈ കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളുടെ ജനറൽ സൊല്യൂഷൻ ലഭ്യമാവുമ്പോൾ അതിൽ ആർബിട്രറി കോൺസ്റ്റൻറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കണ്ടീഷൻസ് ഉപയോഗിക്കാം. നേരത്തെ വൈ ഓഫ് എക്സ് നോട്ടും വൈ ഡാഷ് ഓഫ് എക്സ് നോട്ടും ഉണ്ടായിരുന്നു. ഇവിടെ ഫംഗ്ഷൻ്റെ വൈയുടെ എൻ പോയിന്റിലുള്ള ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡൊമെയിനിലെ എൻ പോയിൻറ്റ്സിലുള്ള ഫംഗ്ഷൻ വാല്യൂസാണ് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർബിട്രറി കോൺസ്റ്റൻസിനെ കണ്ടെത്തുന്നത്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനോട് കൂടെ ബൗണ്ടറി കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് വിളിക്കുന്നത്? ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് BVP. Okay, BVP. So ഇനീഷ്യൽ കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം IVP എന്ന് പറയാം. ബൗണ്ടറി കണ്ടീഷൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് പറയാം. അപ്പോൾ നമ്മളതിനകത്തുനിന്ന് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ഉൾക്കൊള്ളുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 1. ഓക്കെ, എക്സാമ്പിളിൽ നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. Solve IVP initial value problem. Y double dash minus y dash minus y dash minus 2y equal to 0. Minus 2y equal to 0. Y of 0 equal to 4. Y of 0 equal to 4 and y of 0 equal to 4 and y dash of 0 equal to 1. Y dash of 0 equal to 1. നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് വന്നു. എക്സ് നോട്ടിൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ കെയുടെ വാല്യൂ 4 ആണ്. ക്യാപിറ്റൽ എല്ലിൻ്റെ വാല്യൂ ആരാണ്? 1 ആണ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന രീതികൾ നമ്മൾ പഠിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ 2 സൊല്യൂഷൻസ് തൊട്ട് മുമ്പത്തെ സെഷനുകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം y1 is equal to e raised to minus 6, y2 equal to e raised to 2x അല്ലേ? 2 സൊല്യൂഷൻസ് ആണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ. ഓക്കെ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ 2 സൊല്യൂഷൻസ് ആണ്. ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് അല്ലേ? കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ഉള്ള സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. y1 ഈക്വൽ ടു e raised to minus 6 y2 ഈക്വൽ ടു e raised to 2x ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയുള്ള സൊല്യൂഷൻസ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെയധികം ബോധ്യം വന്നു. y is equal to c1 e raised to minus 6 plus c2 e raised to 2x is the general solution of അല്ലേ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കാം. ജനറൽ സൊല്യൂഷൻ ഓഫ് 4. ഇക്വേഷൻ 4ൻ്റെ ജനറൽ സൊല്യൂഷനാണ്. ആ ഇക്വേഷൻ 4ൻ്റെ ജനറൽ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും c1 e raised to minus 6 c2 e raised to 2x ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലമാണ്. ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ആ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം അതിൻ്റെ c1ൻ്റെയും c2ൻ്റെയും പർട്ടിക്കുലർ വാല്യൂസ് കണ്ടെത്തിക്കൊണ്ട് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള. അത് നമുക്ക് എന്ത് ചെയ്യാം? അതിലെ ഫസ്റ്റ് ഭാഗം നമുക്ക് അപ്ലൈ ചെയ്ത് കളയാം. y of 0 equal to 4. We have
y of 0 equal to 4. Okay, y of 0 equal to 4. Okay, y of 0 equal to 4 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് വാല്യൂസ് കൊടുക്കാം. c1 e raised to 0 plus c2 e raised to 0. Okay, c1 e raised to 0 plus c2 e raised to 0 equal to 4. That is c1 plus c2 equal to 4. അല്ലേ, ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുക്കാം. ഓക്കെ, നൗ നമുക്ക് അടുത്ത കേസിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ y ഡാഷ് ഓഫ് 0 അല്ലേ, y ഓഫ് 0 നമ്മൾ കൊടുത്തു. y ഓഫ് 0 4 ആണ്. എക്സിൻ്റെ ഭാഗങ്ങളിലൊക്കെ 0 കൊടുക്കുമ്പോൾ e raised to 0യുടെ വാല്യൂ 1 ആണ്. c1 plus c2 equal to 4 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ലഭിച്ചു. ഓക്കെ, c1 plus c2 equal to 4 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ലഭിച്ചു. ഓക്കെ, ആ ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്തു. നൗ നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് പോകണം. ആ ഇക്വേഷനകത്തുള്ള y ഡാഷ് ഓഫ് 0 equal to 1 എന്ന് അപ്ലൈ ചെയ്യണം. അങ്ങനെയാവുമ്പോൾ ഈ y എന്ന് പറയുന്നൊരു ടേം മാത്രമേ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ജനറൽ സൊല്യൂഷനകത്ത്. ആ വൈക്കകത്ത് നമുക്ക് എന്ത് ചെയ്യണം, വൈയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ we have y is equal to c1 e raised to minus 6 plus c2 e raised to plus c2 e raised to c2 e raised to 2x. Okay, c1 e raised to x plus c1 e raised to minus x plus c2 e raised to 2x. Okay, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ y ഡാഷ് എന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ y ഡാഷ് is equal to c1 minus c1 അല്ല, e raised to minus xൻ്റെ ഡെറിവേറ്റീവ് മൈനസ് e raised to minus x ആണ്. മൈനസ് c1 e raised to minus x പ്ലസ് 2 e raised to 2xന് 2 e raised to 2x ആണ്. സോ 2c2 e raised to 2x. ഓക്കെ, 2c2 e raised to 2x ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. therefore y dash of we have അല്ലേ, ഇതിനകത്ത് നമുക്ക് പറയാൻ കഴിയും y dash of we have y dash of 0 അല്ലേ, y dash of 0 equal to y dash we have y dash of 0 equal to 1. so y dash of 0 നമുക്ക് അപ്ലൈ ചെയ്യാം. y dash of 0 equal to minus c1 plus 2c2 അല്ലേ, minus c1 e raised to 0 plus 2c2 e raised to 0 equal to 1 അല്ലേ. അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും this implies minus c1 plus 2c2 equal to 1. ഓക്കെ, അതിനകത്ത് നമുക്ക് അടുത്തൊരു ഇക്വേഷൻ 5 നമുക്ക് ലഭ്യമായി. ഇക്വേഷൻ 6 നമുക്ക് ലഭ്യമായി. ഓക്കെ, ആ ഇക്വേഷൻ 6 അപ്പോൾ 5നെയും 6നെയും നമുക്ക് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് അവിടെ നിന്ന് വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, വി ഹാവ് ഇക്വേഷൻ 5 ആൻഡ് 6. വി ഹാവ് 5 എന്തായിരുന്നു, c1 plus c2 equal to 4. this is equation 5. and ഇവിടെ നമുക്ക് ആരുണ്ട്, മൈനസ് c1 plus 2c2 equal to 1. ഇക്വേഷൻ 6 അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് വർക്കൗട്ട് ചെയ്യുമ്പോൾ 5 plus 6 ചെയ്താൽ c1 റിമൂവ് ചെയ്യപ്പെടും. 5 plus 6 implies c1 plus minus c1 0, c2 plus 2c2 3c2 equal to 4 plus 1 5. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും c2യുടെ വാല്യൂ നമുക്ക് പറയാൻ പറ്റും we have c2 equal to 5/3. ഓക്കെ, നൗ ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഈ c2നെ അപ്ലൈ ചെയ്യണം അല്ലേ. പുട്ട് c2 equal to 5/3 in 5 കൊണ്ടേ കൊടുത്തു. അപ്പോൾ c2 equal to 5/3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും c1 plus 5/3 equal to 4. so c1 equal to 4 minus 5/3 അല്ലേ. അപ്പോൾ നമുക്കതിനകത്ത് 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12/3 minus 5/3. 12/3 minus 5/3. അപ്പോൾ നമുക്ക് c1ൻ്റെ വാല്യൂ കിട്ടി
12 by 3 minus 5 by 3, 12 minus 5, 7 by 3. Therefore, C2 equal to 7 by 3. Okay. So, C1 ൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്തു? C2 ൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. Therefore, y is equal to particular solution നമുക്ക് കാണാൻ പറ്റും. Therefore, the particular solution of IVP initial value problem അല്ലേ, നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം ജനറൽ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനറൽ സൊല്യൂഷൻ എന്ന് പറയാം C1 e raised to minus 6 plus C2 e raised to 2x ആണ്. അതിനകത്തേക്ക് C1 ൻ്റെ വാല്യൂയും C2 ൻ്റെ വാല്യൂയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. C1 എന്ന് പറയുന്നത് 5 by 3 ആണ്. C2 എന്ന് പറയുന്ന ആരാണ്? 7 by 3 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും പർട്ടിക്കുലർ സൊല്യൂഷൻ y is equal to C1 5 by 3 അല്ലേ, e raised to minus 6, 5 by 3 e raised to minus 6 plus 7 by 3 e raised to 2x. Okay, 5 by 3 e raised to e raised to 2x. Okay, this is the particular solution of initial value problem. Okay, ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഇവിടുത്തെ ഇതിനകത്തേക്ക് വരുമ്പോൾ ജനറൽ സൊല്യൂഷൻ C1 e raised to minus 6 plus C2 e raised to 2x ആണ്. C1ൻ്റെയും C2ൻ്റെയും വാല്യൂസ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. 5 by 3 e raised to minus 6 plus 7 by 3 e raised to 2x is the solution of the given initial value problem. തന്നിരിക്കുന്ന ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ കൂടി നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഓരോ കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൗണ്ടറി കണ്ടീഷൻസ് ലഭ്യമാകുന്ന ഓരോ കേസ് നമുക്ക് ആലോചിച്ച് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം, കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് വരാം. എക്സാമ്പിൾ 2. ഓക്കെ, അതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം ആയിരുന്നു എന്ത്? ബൗണ്ടറി ഫോർ സോൾവ് boundary value problem solve boundary value problem y double dash plus y equal to 0, where y of 0 equal to 3 and y of pi is equal to y of 0 equal to 3 and y of pi is equal to minus 3. This is the condition 1, equation 1. y of 0 ബൗണ്ടറി വാല്യൂസ് വരുന്നത് 0യും അതുപോലെ തന്നെ ആരെയാണ് എടുത്തിട്ടുള്ളത്? പൈനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. y of 0 and y of pi. ഓക്കെ, y of pi. ആ 0യെയും പൈയെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ y ഡബിൾ ഡാഷ് പ്ലസ് വൈയുടെ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയുള്ള സൊല്യൂഷൻസ് നമുക്കറിയാം അല്ലേ? we know. Okay, we know y1 is equal to cos x and y2 is equal to sin x are two independent solutions of this equation 1. Two independent solutions of 1. ഇക്വേഷൻ 1ൻ്റെ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയുള്ള സൊല്യൂഷൻസാണ്. അപ്പോൾ രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയുള്ള സൊല്യൂഷൻസ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും therefore we can say that അല്ലേ, ലീനിയർ ഹോമോജീനിയസ് ഫോമാ. അപ്പോൾ therefore we can say that അല്ലേ, y is equal to c1 cos x plus c2 sin x is general solution of 1 അല്ലേ, 1ൻ്റെ ജനറൽ സൊല്യൂഷൻ ആയിരിക്കും. y is equal to c1 sin x plus c1 cos x plus c2 sin x എന്ന് പറയുന്ന ആരായിരിക്കും? ജനറൽ സൊല്യൂഷൻ ആയിരിക്കും. Now we can apply the boundary condition and we can apply the boundary conditions. Okay,
y is equal to c1 sin x plus c2 cos x ൽ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ദി ബൗണ്ടറി കണ്ടീഷൻസ്. അപ്ലൈ ദ ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ്റെ വാല്യൂസാണ് ആര് ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ആ ബൗണ്ടറി കണ്ടീഷൻസ് ഇവിടെ വന്നിരിക്കുന്ന ആരാ y of 0 equal to 3 and y of pi is equal to -3. y of 0 equal to 3 അല്ലേ. y of 0 equal to 3 implies എന്താ വരുന്നത് y of 0 അല്ലേ. വൈയുടെ വാല്യൂ ആരാ c1 cos 0 plus c2 sin 0 equal to 3. c1 cos 0 plus c2 sin 0 equal to 3 അല്ലേ. സൈൻ സീറോയുടെ ഭാഗം പൂർണ്ണമായിട്ടും 0 ആണെന്ന് നമുക്കറിയാം. സോ ദിസ് പാർട്ട് വിൽ ബി കംപ്ലീറ്റ്ലി 0. കോസ് സീറോയുടെ വാല്യൂ എന്താണ് 1 ആണ്. ദർഫോർ ദിസ് ഇംപ്ലൈസ് കോസ് സീറോയുടെ വാല്യൂ 1 ആണ്. ദർഫോർ ദിസ് ഇംപ്ലൈസ് c1 ഈക്വൽ ടു ആരായിരിക്കും 3. സോ ഓക്കെ c1 ഈക്വൽ ടു 3. Okay, now we can move to the other boundary condition. We have y of pi equal to -3. y of pi is equal to -3. y of pi യുടെ വാല്യൂ -3 ആണ്. പൈ അപ്ലൈ ചെയ്ത് കളയാം നമുക്ക് അതിനകത്തേക്ക്. ദർഫോർ ദിസ് ഇംപ്ലൈസ് നമുക്ക് പറയാവുന്നതാണ് എന്താണ് y of pi മീൻസ് അല്ലേ c1 cos pi c1 cos pi c1 cos pi plus c2 sin pi c2 sin pi is equal to -3. Okay, is equal to -3. Okay, fine. അപ്പോൾ ഇതിനകത്തുനിന്ന് കോസ് പൈയുടെ വാല്യൂ -1 നമുക്കറിയാം. സോ ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും -c1 ഓക്കെ പ്ലസ് c2 സൈൻ പൈയുടെ വാല്യൂ എന്തായിരിക്കും 0 ആയിരിക്കും. ദർഫോർ -c1 ഈക്വൽ ടു -3. ദിസ് ഇംപ്ലൈസ് നമുക്കെന്ത് പറയാൻ പറ്റും -c1 ഈക്വൽ ടു -3. ദർഫോർ c1 ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിലും നമുക്ക് തന്നിരിക്കുന്ന ബൗണ്ടറി കണ്ടീഷനിൽ c1ൻ്റെ വാല്യൂ മാത്രമേ കണ്ടുപിടിക്കാൻ മാത്രമേ പ്രാപ്തമായ എന്നുള്ളൂ നമ്മളെ ബൗണ്ടറി കണ്ടീഷൻസ്. ആ c2 ഇപ്പോഴും ആർബിട്രറി ആയിട്ട് കിടക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഇതാണ്. ദർഫോർ ദ സൊല്യൂഷൻ ഈസ് എന്താ വരുന്നത് y is equal to അല്ലേ c1ൻ്റെ വാല്യൂ ആരാ 3 ആരായിരുന്നു cos x 3 cos x plus c2 3 cos x plus c2 sin x 3 cos x plus c2 sin x. ഓക്കെ, 3 cos x plus c2 sin x ഉണ്ട്. നമുക്ക് പറയാൻ പറ്റും ദ വാല്യൂ c2 ഈസ് സ്റ്റിൽ ആർബിട്രറി. ഇപ്പോഴും എന്തായി കിടക്കുകയാണ് ആർബിട്രറി ആയ c2 ഈസ് still arbitrary. c2 is still arbitrary. അപ്പോൾ c2 ഇപ്പോഴും എന്ത് ചെയ്യുന്നു ആർബിട്രറി വാല്യൂ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, c2 വീണ്ടും എന്താണ് ആർബിട്രറി വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ബൗണ്ടറി കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് നിന്ന് ബൗണ്ടറി പ്രോബ്ലം മേ നോട്ട് ഹാവ് എ യുണീക്ക് സൊല്യൂഷൻ നമുക്ക് പറയേണ്ടി വരും അല്ലേ. എല്ലാ കേസിലും ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെങ്കിലും ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ആണെങ്കിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ സൊല്യൂഷനാണ്, ദാറ്റ് ഈസ് എ യുണീക്ക് സൊല്യൂഷൻ. സോ ദിസ് പ്രോബ്ലം എന്ത് ചെയ്യില്ല ഈ പ്രോബ്ലത്തിൽ നമുക്ക് എന്തില്ല ഹിയർ വി ഡോണ്ട് ഹാവ് എ we don't have a unique solution. We don't have a unique solution അല്ലേ. നമുക്ക് എന്തില്ല ഒരു യുണീക്ക് സൊല്യൂഷനുള്ള സ്കോപ്പ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ
അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് അവൈലബിൾ ആണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസും ബൗണ്ടറി കണ്ടീഷൻസും അപ്ലൈ ചെയ്യുന്നതോടുകൂടെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ, ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ, ഒരു യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ വളരെ റയറായിട്ടുള്ള ചില കേസിൽ ചിലപ്പോൾ ചില കണ്ടീഷൻസിൽ എന്ത് ചെയ്യൂല, പ്രത്യേകിച്ചും ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തിൽ എന്ത് ചെയ്യൂല, നമുക്ക് യുണീക്ക് സൊല്യൂഷൻ, പെർട്ടിക്കുലർ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യൽ കുറച്ച് ചില ഘട്ടങ്ങളിൽ എന്തായിരിക്കും, പ്രയാസമായിരിക്കും. So I'll just give you some problem as exercises you may try to do. Okay, write down some assignment question. Solve the following, solve the following initial value problem. First one, y double dash minus y is equal to 0, y double dash minus y is equal to 0. Initial conditions, y of 0 equal to 6 and y dash of 0 equal to 4. Y of 0 equal to 6 and y dash of 0 equal to 4. അല്ലേ, അതിൻ്റെ സൊല്യൂഷൻസ് നേരത്തെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രാക്കറ്റിൽ തരുന്നുണ്ട്. e raised to x and e raised to minus x. y1 equal to e raised to x, y2 equal to e raised to minus x. Second question, y double dash plus 4y dash plus 3y equal to 0. y double dash plus 4y dash plus 3y equal to 0. Initial conditions ആയിട്ട് വരുന്നത് y of 0 equal to minus 1, y dash of 0 equal to minus 5. y of 0 equal to minus 1, y dash of 0 equal to minus 5. Okay, y dash of 0 equal to minus 5. y dash of 0 equal to minus 5. Okay, അവിടെ ഞാൻ ഫങ്ഷൻസ് y1 of x ഉം y2 of x ഉം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. This is equal to e raised to x, e raised to 3x, e raised to x, e raised to 3x. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം ചെയ്യണം. സോൾവ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം. Solve boundary value problem. Y double dash minus 16y, y double dash minus 16y, y double dash minus 16y equal to 0, where y of 0 equal to 3, y of 0 equal to 3 and y of 1 by 4 is equal to y of 1 by 4 is equal to y of 1 by 4 is equal to 3e, where functions are e raised to 4x, y1 is equal to e raised to 4x and y2 equal to e raised to minus 4x. Okay, y2 equal to e raised to minus 4x, e raised to minus 4x. Okay, ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം, ബൗണ്ടറി വാല്യൂ പ്രോബ്ലം, ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ഒരുപാട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഇനിയും വീണ്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. സോ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് y ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആയ ഇക്വേഷനകത്ത് y ഓഫ് 0 ഈക്വൽ ടു k എന്നും y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു l എന്നും പറയുന്ന ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടെ വരുന്ന പ്രോബ്ലംസിനെയാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിനകത്ത് ആ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ആർബിട്രറി കോൺസ്റ്റൻ്റ് ആയ C1 C2 എന്ന് പറയുന്ന ജനറൽ സൊല്യൂഷനിൽ വരുന്ന ആർബിട്രറി കോൺസ്റ്റൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ്, പർട്ടിക്കുലർ വാല്യൂസ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ അവിടെ അവൈലബിൾ ആവും.
അതുപോലെ തന്നെ ആ ഡിഫറൻഷ്യൽ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇനീഷ്യൽ സെക്കൻഡ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് ബൗണ്ടറി കണ്ടീഷൻസ് വൈ ഓഫ് എ ഈക്വൽ ടു K1 എന്നും വൈ ഓഫ് ബി ഈക്വൽ ടു K2 എന്നും കൊടുക്കുന്ന സമയത്ത് ഈ വൈ ഓഫ് എയും വൈ ഓഫ് ബിയിൽ ഉപയോഗിക്കുന്ന എയും ബിയും നിങ്ങളുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുന്ന ഇൻ്റർവെല്ലിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സാണ്, എൻ പോയിൻറ്റ്സാണ്. സോ ബൗണ്ടറി കണ്ടീഷൻസ് എന്നാണ് അതിനെ പറയുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷനോട് കൂടെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനോട് കൂടെ ബൗണ്ടറി കണ്ടീഷൻസ് വരുമ്പോൾ അതിന് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം എന്ന് നമ്മൾ പറഞ്ഞു. ആ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്താലും ജനറൽ സൊല്യൂഷനകത്തു നിന്നുള്ള C1 C2 എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റൻറ്റിന് ഒരു പെർട്ടിക്കുലർ വാല്യൂസ് ലഭ്യമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലത്തിനകത്ത് നമുക്ക് ആർബിട്രറി വാല്യൂ ആയിട്ട് C2 റിമൈൻ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ചില ഘട്ടങ്ങളിൽ എന്ത് ചെയ്യില്ല, ബൗണ്ടറി കണ്ടീഷൻസ് ഒരു പക്ഷേ ചില പ്രോബ്ലംസിൽ എന്ത് ചെയ്യില്ല, പർട്ടിക്കുലർ വാല്യൂസ് ലഭ്യമാക്കാൻ പര്യാപ്തമാവാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. ഇത്രയാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തെക്കുറിച്ചും ബൗണ്ടറി വാല്യൂ പ്രോബ്ലത്തെക്കുറിച്ചും ബേസിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്കമിങ് സെഷൻസിലെല്ലാം വരുന്ന സെഷൻസിലെല്ലാം നമ്മൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ബൗണ്ടറി വാല്യൂ പ്രോബ്ലം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. കണ്ടിന്യൂ യുവർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.